ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് അധികം വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേട്ടന് ചോറ് കൊണ്ടുപോകാനുള്ളത് കാരണം കൊണ്ട് തന്നെ നേരത്തെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴുകിച്ച് ചോറിന് വെള്ളം വെച്ച് അരിയിടലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പുറത്ത് കുറച്ച് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷനരി ഇട്ടിട്ടാണ് ചോറ് വെക്കുന്നതെങ്കിൽ അത്ര നേരത്തെ ഒന്നും എണീക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി, വെളിച്ചമൊക്കെ വന്നതിന് ശേഷം എണീറ്റാൽ മതി. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് റേഷനരി അല്ല കേട്ടോ, നമ്മുടെ റേഷനരി കഴിഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തവണ കിട്ടിയത് 10 കിലോ പച്ചരി, അതുപോലെ തന്നെ 10 കിലോ വെള്ളരിയാണ് കേട്ടോ. വെള്ളരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് ചോറാവും, ഒരു തള തളച്ചിട്ടുണ്ടെങ്കിൽ ചോറാവും. അത് കാരണം കൊണ്ട് തന്നെ നേരത്തെ എണീറ്റൊന്നും ചോറ് വെക്കണ്ട. ഈ ഇപ്പോഴത്തെ അരി ഉണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ വെക്കുന്ന അരി അതിന് നല്ല വേവാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നേരത്തെ എണീറ്റിട്ട് ചോറ് അടുപ്പത്തിടണം, എന്നാലാണ് അതൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ റേഷൻ കടയിലത്തെ ആ വെള്ളരി നല്ലതുപോലെ വേവുന്നത് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. ഒരു തള കയറിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം, അത്ര വേവാ ഇഷ്ടമുള്ളൂ കേട്ടോ. പക്ഷേ എന്താ പറയുക, കടയിൽ നിന്ന് മേടിക്കുന്ന ആ നല്ല വേവുള്ള അരിയാണെന്ന് വെച്ചാൽ അത് നല്ലതുപോലെ വേവിച്ചാലാണ് കേട്ടോ ഇഷ്ടം. കാര്യം അങ്ങനെ നല്ലതുപോലെ വേവിച്ചാലാണ് ഈ അരി കഴിക്കാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ കല്ല് പോലെ ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുക, നല്ലതുപോലെ വേവിക്കാണ്ട് വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചൂടാറുമ്പോൾ അതൊരു കല്ല് പോലെ അങ്ങോട്ടാവും. നന്നായി വേവിച്ചാൽ തന്നെ അതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നന്നായി തന്നെ വേവിക്കണം. സാധാ അരി വെന്തെന്ന് തോന്നിയാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് വേവിക്കട്ടോ, എന്നാലാണ് അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബലം വെക്കാണ്ടിരിക്കുക അങ്ങനെ. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, അരിയൊക്കെ അങ്ങനെ അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കി കേട്ടോ. ദോശ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കണം കേട്ടോ. ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല, ഒരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനും അത് തന്നെയാണ് ചോറിന് കൊണ്ടുപോകണത്. അപ്പോൾ എന്തായാലും ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറി കിറ്റിലത്തെ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്, ഇനി വാങ്ങിയിട്ട് വേണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. കടുകൊക്കെ പൊട്ടിച്ച്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, സവാളയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുണ്ട്. പിന്നെ എന്താ പറയുക, തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് വളരെ കുറച്ച് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് കാരണം കൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചായിട്ട് ഇടണുള്ളൂ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ചാറ് വേണമല്ലോ, ഞങ്ങൾക്കിപ്പോൾ ദോശയ്ക്ക് കഴിക്കാനും വേണം, ഏട്ടന് കൊടുത്തു വിടാനും വേണം. അപ്പോൾ അതിനാവശ്യത്തിലുള്ള ചാറ് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറി എനിക്കും പൂമ്പാറ്റയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനും വേണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ പാകത്തിനുള്ള വെള്ളമൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏട്ടന് ചോറൊക്കെ ആക്കിയിട്ട് ഏട്ടനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പൂമ്പാറ്റയ്ക്ക് സ്കൂളില്ലാത്ത ദിവസമാണ്. അത് മാത്രമല്ല, അന്ന് രാവിലെ വെള്ളം വരുന്ന ദിവസം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, തുണികളൊക്കെ തിരുമ്പലും പൂമ്പാറ്റേനെ കുളിപ്പിക്കലും എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏട്ടൻ്റെ വണ്ടി കഴുകി ഇടാറുണ്ട് കേട്ടോ. കാര്യം ഏട്ടൻ ഇപ്പോൾ പെയിൻറ്റിങ്ങിനെ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണെങ്കിൽ ഏട്ടൻ പെയിൻറ്റ് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏട്ടന് ചില ദിവസങ്ങളിൽ രാവിലെ വണ്ടി കഴുകാനൊന്നും നേരം കിട്ടാറില്ല കേട്ടോ. ആൾ വണ്ടി കഴുകിയിട്ടിട്ട് തന്നെ കേട്ടോ പോവാറ്. പക്ഷെ ആൾ വണ്ടി കഴുകാത്ത ദിവസങ്ങളിൽ ഞാൻ കഴുകും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്താ പറയുക, പണി മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ വല്ല ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്നുള്ള ആ ഓട്ടമാകുമ്പോൾ വണ്ടി തുടയ്ക്കാനും കഴുകാനും ഒന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കഴുകിയിടാറാണ് കേട്ടോ പതിവ് പറഞ്ഞാൽ എന്താ പറയുക, ആഴ്ചയിൽ 1-2 തവണയ്ക്ക് തന്നെയാണ് എനിക്ക് കഴുകേണ്ടി വരുള്ളൂ. മിക്കവാറും ആൾ തന്നെയാണ് കേട്ടോ കഴുകിയിട്ട് പോവാറ്. ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ പണി മാറ്റി വന്നിട്ട് ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ ഓട്ടമൊക്കെയാണ് വെച്ചാൽ ആൾ വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നതും എന്താ പറയുക, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കല്ലേ ചെയ്യുക. പിന്നെ നേരം വൈകി കിടക്കുമ്പോൾ പിന്നെ എണീക്കാനും നേരം വൈകും. അധികം ആളങ്ങനെ നേരം വൈകി എണീക്കാറില്ല കേട്ടോ. നേരത്തെ എണീക്കാണ് ഒരു പതിവുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ആളുടേതായ കാര്യങ്ങളും നോക്കും. ചില സമയത്ത് വെള്ളം വരുന്ന ദിവസങ്ങളാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പിടിക്കാനും ഒക്കെ കൂടാറുണ്ട്. അപ്പോൾ ആൾക്ക് പറ്റാത്ത ദിവസങ്ങളിലാണെന്ന് വെച്ചാൽ വണ്ടി ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ഒന്നും ആയിട്ടില്ല. എന്താ പറയുക, 1-2 ദിവസമായി, 1-2 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് തലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടി കഴുകില്ല കേട്ടോ. ഞാൻ ഇതുവരെ കഴുകാറില്ല, ആൾ തന്നെയാണ് കഴുകിയിടാറ് കേട്ടോ.
വണ്ടിയൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിക്കാണ് കേട്ടോ ചെയ്തത്. കുളിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഞാനും മേക്കപ്പ് ഇട്ടു, അവള് മേക്കപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇവള് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അവളുടെ എഴുത്തിയമ്മ ആരാന്ന് അറിയോ? പാർവതി. ഏത് പാർവതി ചോദിക്കില്ലേ, മറ്റേ അഴകിയലയിലെ അറിയില്ലേ, അതാണ് കേട്ടോ പറയണത്. എന്നിട്ട് ആ പാട്ടും പാടിയോണ്ടാണ് കേട്ടോ അവൾ നിൽക്കണത്. എൻ്റെ ആരീഷും പൂമ്പാറ്റയാണെങ്കിൽ ഒരു പൃഥ്വിരാജ് ഫാനാണ് കേട്ടോ. ഇവരുടെ അച്ഛൻ ഓൾറെഡി പൃഥ്വിരാജ് ഫാനാണ്. പക്ഷേ എന്താ പറയുക, ഇവർ പൃഥ്വിരാജ് എന്നല്ല കേട്ടോ പറയുക, ആരാവോ എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുവ സിനിമ ഇറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഡാഡി ബ്രോ ഇറങ്ങിയപ്പോൾ പിന്നെ ഈശോ എന്നാട്ടോ പറയുക. ഈശോയുടെ പടം വെക്കുന്ന പറയുക. ഈ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ വെക്കാൻ പറയുകയാണെന്ന് വെച്ചാലും ഈശോയുടെ പടം വെക്കുന്നതാണ് കേട്ടോ പറയുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഏട്ടൻ വന്നപ്പോഴാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, എന്തൊക്കെയോ പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തി റൈസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതും പിന്നെ ചപ്പാത്തി മീൻകറി കേട്ടോ. മീൻകറി കഴിക്കാൻ തോന്നിയിട്ട് മീൻകറി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ മീൻകറി വെക്കുന്നുണ്ട്, എന്നാൽ കൂടെ എന്താ പറയുക, മീൻകറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മീൻകറിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറി കിറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നേന്ത്രപ്പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം എന്താ പറയുക, ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം എന്താ പറയുക, നേന്ത്രപ്പഴം അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ടിട്ടൊരു ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റല്ല, ബീട്രൂട്ട് കേട്ടോ. എന്താ പറയുക, ക്യാരറ്റ് ചില ദിവസങ്ങളിൽ ക്യാരറ്റ് ഇടാറുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉള്ളത് വെച്ചാൽ ക്യാരറ്റ് ഇടാറുണ്ട്, അധികം ബീട്രൂട്ടാണ് കേട്ടോ ഇടുക. അപ്പം ഞാൻ ആ പച്ചക്കറിയൊക്കെ ഒന്ന് എന്താ പറയുക കൊട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ യുദ്ധം, ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. മന്തി റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചപ്പാത്തി ഉണ്ട്, മീൻകറി ഉണ്ട്. ഉച്ചയ്ക്ക് എന്തായാലും ഉള്ളിക്കറിയും ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഷോക്കായിരുന്നു. എന്തായാലും വൈകുന്നേരം പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ എന്താ പറയുക, ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ക്യാരറ്റും പഴമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതും കുറച്ച് അകത്താക്കി. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.